ഈ എണ്ണയൊക്കെ എവിടെ എണ്ണ ഇട്ട് നോക്കിയാണ് വിരൽ നോക്കിയാണ് കോച്ചി പിടിച്ചോണ്ടിരിക്കുന്നത്. നല്ല സുഖം, എനിക്കിതാ ഇങ്ങനെ നല്ല ഒരു സുഖമുണ്ട്. ഈ പച്ചക്കറി കൃഷിയൊന്നും നടത്തിയിട്ട് ഒരു കാര്യമില്ല. നാടൻ പണിക്കൊന്നും ഒരാളെയും കിട്ടാനില്ല. നമുക്ക് ക്ഷീരകൃഷി തുടങ്ങിയാലോ? ക്ഷീരം, പാൽ. പണ്ട് മാവേലി തറയിലേ ഒരു തൊഴുത്തുണ്ടായിരുന്നു. അതിൽ നിറയെ പശുക്കളായിരുന്നു. നേരം വെളിച്ചായ സുന്ദരികളായ പെണ്ണുങ്ങൾ ഇങ്ങനെ പാല് വാങ്ങാൻ ക്യൂ നിൽക്കും അല്ലേ? പാല് വാങ്ങിക്കാൻ മാത്രമോ? മോരങ്ങോട്ട് കടഞ്ഞെടുത്താൽ ഇങ്ങനെ കോരി കോരി ഒഴിച്ചു കൊടുക്കുക. 10 പൈസ വാങ്ങിക്കത്തില്ലായിരുന്നു. നമ്മളവിടെ കൊണ്ട് ചെട്ടിയാരോട് പാലുണ്ടായിരുന്നു നമ്മുടെ വീട്ടില്. എന്റെ അച്ഛന്റെ വീട്ടിലെ പാല് വാങ്ങണം. എന്റെ വീട്ടിൽ അങ്ങനെയല്ല, പാലോട് പാലാ. നേരത്തിൽ നിറയെ പശുവും കാളയും പോത്തും എന്റെ പൊന്നെ വയലുഴുവാനും. 4 പോത്തുണ്ടായിരുന്നു. കൃഷിയൊക്കെ നമ്മൾ തന്നെ കന്നുകൂട്ടാൻ 2 ആൾക്കാരെ നിർത്തിക്കായിരുന്നു. ട്രാക്ടർ അല്ലേ? വയലില്ലല്ലോ. അല്ല, നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എടി പോയൊരു ചായ എടുത്തോണ്ട് കൊടുക്ക. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ ആ മറ്റേ തെയ്യ് വെക്കണ നേരത്ത് പറഞ്ഞതാ ഒരു ചായ അങ്ങോട്ട് എടുക്കും. മറന്നുപോയി. വർത്താനം കേട്ടോണ്ടിരിക്കാം. ഒരു 2 പശുവിനോട് വാങ്ങിയാലോ? ആര് നോക്കും? അതാണ് അത് ക്ലീറ്റസ് നോക്കൂലോ. അവനൊരു പണി കൂലിയില്ലാണ്ട് നടക്കില്ല, എന്തേലും കൊടുക്കണം. 2 പശുവിനെ നോക്കും, പക്ഷെ ആ കാളയാര് നോക്കും? കേക്കണ്ട. ചായ ഇട്ടേ ഒരു കണക്കിന് ചുമ്മാ. 24 മണിക്കൂറും പടം വരെ മാത്രമേ ഉള്ളൂ തക്കളി. പിന്നെ ചിത്രകാരിയാക്കാൻ വേണ്ടിയല്ലേ ഈ പഠിപ്പിക്കണത്. പോയി അകത്ത് വരുന്ന എന്തെങ്കിലും പഠിക്കാണ്ടേ പഠിക്കപ്പോ. അതൊക്കെ എടുത്തിട്ട് പോയെ. ഭയങ്കര ചൂടാണേ. എന്തെങ്ങനെ ഇത് മനുഷ്യന് കുടിക്കണം? അപ്പൊ ആറ്റിട്ട് ചൂടാറിട്ട് കൊടുത്താ പോരെ? ചൂടല്ലേ ഇഷ്ടം? ചൂടാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കുടിക്കണ്ടേ? ഊതി കുടി. ചുമ പൊടി നോക്കടാ, എന്ത് ചൂടാത്. ഒരു മാസം എടുത്തോ അല്ലേ? എനിക്ക് വേണ്ട. ഒരു മനുഷ്യനെ കുടിക്കാൻ തരത്തില് വേണം തരാൻ. ഇങ്ങനെ ചായ തരാ. അമ്മാവാ, ഞാനേ മറ്റേ അന്ന് നമ്മളൊരു ആഞ്ഞില് പോയി നോക്കിയല്ലോ. മറ്റേ ആഞ്ഞില്, മറ്റേ ഫിലിപ്പോസ് സാറിന്റെ വീട്ടിൽ നിന്ന് ഒരു ആഞ്ഞില് നമ്മൾ നോക്കിയില്ലേ? ആഞ്ഞില് അമ്മാവ് നോക്കിയിട്ട് കുറെ അഭിപ്രായമൊക്കെ പറഞ്ഞു. നമുക്ക് നല്ല ഇതുള്ളതാണ്, ഗുണമുള്ളതാണെന്ന് പറഞ്ഞല്ലോ. ആ ആഞ്ഞില് ഇപ്പൊ ഏതാണ്ട് റെഡിയായി. നമുക്ക് എത്ര രൂപയ്ക്ക് എടുക്കാം? നല്ല സാധനമാണ്, നാടനാണ്. ചോറ് കഴിക്കണതിന് മുമ്പ് ഒരു ചെറുത് നാടൻ ആഞ്ഞിലാണേ. കനകനെ കൂടി വിളിക്കാം. അതിപ്പം അതിനുള്ള സാധനമില്ല. എനിക്ക് അമ്മാവനും കൂടെ ചെറിയൊരു ഉറുമ്പ് കടിക്കുള്ളതേ ഉള്ളൂ. അതല്ല, അത് അവനും കൂടി ഉണ്ടായിക്കോട്ടെ. ഉള്ളത് 3 ആൾ കൂടി ഒരുപോലെ കഴിക്കാലോ. അവന് വെള്ളം ഒഴിക്കാതെ അടിക്കാം. വെള്ളം ചേർത്ത് കഴിക്കാന്ന് വെച്ചിരുന്നതാണ്. അപ്പം കട്ടിക്കാൻ അവനെ വിളിക്കുക. കനക, ഞാന് ഒരു ആഞ്ഞിലി അന്വേഷിച്ചിരുന്നു. ഞാനേ അത് അന്ന് വില കൊണ്ട് ഒത്തില്ല. ഇന്നിപ്പോ ക്ലീറ്റസ് അത് കച്ചവടാക്കാന്ന് പറയുന്നുണ്ട്. ഒന്ന് സഹായത്തിന് വരാം. നമ്മളില്ലേ? നാടൻ ആഞ്ഞിലാണ്. നാടായി നല്ല ഉപയോഗമുള്ള ആഞ്ഞിലാണ്. നോക്ക് നീയും കൂടെ ചെല്ല്. അത് തന്നെ ആഞ്ഞിലായിരുന്ന ഒഴിവുള്ള ദിവസമല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്തുകൂടെ എനിക്ക്? അല്ല, ഞാൻ വിചാരിച്ച തടി നല്ല തടിയാ. തടിക്കും നല്ലതാ. പാർട്ടി കൊണ്ടുവന്നതാ. സാൻകുട്ടി എന്ന് പറയണം. നല്ല ഉഗ്രം മാറ്റാം. 3 ആൾ കൂടി അതല്ലേ ഒരു കാര്യം ചെയ്യും. നടക്ക്. എവിടെ? കൊച്ചില്ലേ? അതുമില്ല. അമ്മ അമ്മയ്ക്കൂല. അമ്മ അറിയാല്ലേ? പിന്നെ എല്ലാത്തിനും ഓടിച്ചിട്ടടിക്കും. പെമ്പർ നോക്കി വരെ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാം. പക്ഷേ ഈ അമ്മയും തക്കളിയും വലിയ കുഴപ്പമായിട്ടാ. തക്കളി ഇപ്പൊ വരെ വേറെ പറയാം. ആ ഫാസലിന്റെ വീട്ടിനടുത്ത് ഒരു ചെറിയ വീട് ഒഴിഞ്ഞിടപ്പുണ്ട്. ചുമ്മാ ഇരയുടെ കളിയാ. ഇപ്പൊ തന്നെ നമുക്ക് 2 ആൾക്കുള്ള തന്നെയാണ് 3 ആക്കിയത്. ഇതിന് 4 ആക്കാനില്ല. അത് നടക്കില്ല. വേറെ എന്തെങ്കിലും നോക്ക്. ഇവരെ 2 പേരെ എങ്ങനെയെങ്കിലും ഒഴിവാക്ക്. തക്കളി പറഞ്ഞ് ഹംസയുടെ വിട്ടാലോ സാധനം മേടിക്കാൻ. അവളിപ്പോ പോയിട്ട് ഇപ്പൊ വരില്ലേ? അത് നടക്കൂല. കുറച്ച് സമയമൊക്കെ വേണം. സമാധാനമായിട്ടിരുന്ന് ആദ്യം കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു മതിയാക്കിനടാ. പോയി മരം നോക്ക് എങ്ങനെയുണ്ടെന്ന്. അല്ല അമ്മ, അത് വിലയുടെ ഒരു ധാരണ ആവുന്നുണ്ട്. ആയി വരണേ ഉള്ളൂ. അബദ്ധത്തിൽ ചെന്ന് ചാടരുതല്ലോ. അതെ അബദ്ധത്തിൽ ചാടണ്ട. മരം നോക്കാൻ പറഞ്ഞില്ലേ? ആ പടിഞ്ഞാറപ്പുറത്തുള്ള മാവില്ലേ, അതിന്റെ ചോട്ട് പോയിരുന്ന് അടിക്കാൻ.
ഷീറ്റ് കളിക്കുകയാണ് ഒഴിവ് ദിവസം ഷീറ്റ് കളിക്കാനാന്ന് പറഞ്ഞാൽ പോരെ. ഇപ്പൊ തക്കളി എങ്ങനെ വന്നാലും വലിയൊരു ഷീറ്റ് കളിക്കാൻ കിടന്നു പോകുന്നു പറയാലോ. അപ്പൊ ഗ്ലാസ് വേണ്ടേ? ആ ഗ്ലാസ് വേണം. നീ ഒരു കാര്യം ചെയ്യാം, 2 ഗ്ലാസ് അതെ, ഒരു ഗ്ലാസ് അതെ. കുടിക്കണോ? പിന്നെ ആ ഗ്ലാസ് വേണം. സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഞാൻ എടുത്തോണ്ടിരാ. ഞാൻ നിങ്ങളെ നീ പോയിട്ട് ഗ്ലാസ് എടുത്തിട്ട് 2 എടുക്കാൻ പറ്റുള്ളൂ. ഒരെണ്ണം ഞാൻ എടുക്കാം. ആ എടുക്ക്. നടക്ക് പൊയ്ക്കോ. ഞാൻ വരാം പൊയ്ക്കോ. ഞാൻ ടേപ്പ് എടുക്കട്ടെ. നമ്മുടെ ആ പ്ലാവിന്റെ അത്രയും വലിപ്പമുള്ള ആഞ്ഞിലാണോ എന്നുള്ളതൊന്ന് നമുക്ക് അളന്ന് നോക്കിയാലേ ഒരു ധാരണ കിട്ടും. ഞാൻ ടേപ്പ് എടുത്തിട്ട് അങ്ങോട്ട് വരാം. മൂന്നുപേരും കൂടെ വഴക്ക് കൂടരുത് അവസാനം. കൂട്ട് ബിസിനസ് ആണ്. ഭയങ്കര ചൂട് തന്നെ. അല്ല കനക, നമ്മളാ മരം മേടിക്കുമ്പോഴേ അതിനെന്താ അറിയോ? ആഞ്ഞിലി അറിഞ്ഞൂടെ? എടിയേ, ഇതാണ് അയണി. ആഞ്ഞിലി കുഞ്ഞു ചക്കയുള്ള എന്ത് ടേസ്റ്റ് ആണ്. അയ്യോ, ആ ചക്കയ്ക്കും അത് തന്നെ, കുരു വറുത്താലും അത് തന്നെ എന്തോ ഒരു രുചിയാണ്. കനക, ആ പടിഞ്ഞാറപ്പുറത്തുള്ള മാവില്ലടാ, ആ മാവ് അതിന്റെ വണ്ണുണ്ടാവും. എന്ത് വില വരുന്നു നമുക്ക് മേടിക്കാൻ നോക്കാം. ഒന്ന് വന്നാ ആ മാവിന്റെ അങ്ങോട്ട് കുടിച്ചിട്ട് പോ. അത് ചൂടാറി പിന്നെ കുടിക്കാം. പ്ലാവിനും അയണിക്കും 2 വിലയാ എങ്ങനെ ഇരുന്നാലും. തീരെ വയ്യ. പോസ്റ്റ് കയറി എന്റെ ചെറുക്കൻ ഊപ്പാടാണ്. Alien versus Alien.